ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഷഹന അജ്മൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വറുത്ത ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ക്ലീൻ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഞാൻ ചിക്കൻ വറക്കുന്നതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പം അവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ജാറിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഞാനപ്പോൾ മിക്സിയുടെ ജാറിൽ വെച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ച പേസ്റ്റ്. പിന്നെ ഞാൻ ചിക്കൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് മറിച്ചും തിരിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം ഫ്രൈ മതി. എന്നുവെച്ചാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് മസാലയിലിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വെന്ത് പോകരുതല്ലോ. അപ്പം ഒന്ന് വാട്ടിയ പോലെ ആക്കിയാൽ മതി. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഫ്രൈ ആക്കി എടുത്താൽ മതി. അങ്ങനെ ഞാനത് മറിച്ചിട്ടും തിരിച്ചിട്ടും വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഏകദേശം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഊറ്റി കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ അല്ലാതെ എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കണം. ഇതപ്പോൾ ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തന്നെ ഒരു ഗോൾഡൻ കളർ തോന്നിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് ഇട്ടിട്ടാണ്, വേറൊന്നുമല്ല. അപ്പോൾ നമുക്കിനി അത് വയന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് 2 തക്കാളി കൂടി അരിഞ്ഞെടുക്കണം. ഇത് ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ 2 തക്കാളി വാഷ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുത്ത് വെക്കാൻ ഞാൻ മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് കുറച്ച് പൊടി മതി. അപ്പോൾ അത് നമ്മുടെ സവാള ഇവിടെ ഗോൾഡൻ കളറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അടിയിൽ കരിഞ്ഞ് പിടിച്ചതല്ല കേട്ടോ. ചിക്കൻ വറുത്ത എണ്ണ ഊറ്റിക്കൊണ്ട് അങ്ങനെ പിടിച്ചേക്കുന്നത്, അല്ലാണ്ട് കരിഞ്ഞ് പിടിച്ചതല്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ അത് സവാള വയന്ന് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ചത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് അതൊന്ന് വെന്തുടയുമ്പോഴേക്കും നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിപ്പം നമുക്ക് തക്കാളി ഇവിടെ ഒന്നിരുന്ന് വേകട്ടെ. തക്കാളി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പൊടികളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട, എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് വെട്ടി തിളയ്ക്കും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ വറുത്ത ചിക്കൻ കറി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ആക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല വറുത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടുമേ. നല്ല കളറായിട്ടുണ്ട് നമ്മുടെ കറിക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാണ്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ വെച്ച ചിക്കൻ കറി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ചിക്കൻ കറി കണ്ടപ്പോൾ എനിക്ക് രാവിലെ ഇരുന്ന് അപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ തോന്നിയിട്ട് ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ്.